എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ CBSE ക്ലാസ് 10 എക്സസൈസുകൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്, ഡയറക്റ്റ് പോവുകയാണ്. എക്സ്പ്രസ് ഇൻ ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം. ഓക്കെ, എന്താണ് അതിൽ പറയുന്നത്? നമ്പർ വന്നിട്ടുണ്ടാവും, ആ നമ്പറിനെ പ്രൈം പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുക, പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും ആദ്യം എന്തറിയണം? പ്രൈം ഫാക്ടറൈസേഷൻ ഇനിയിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും ഈ വീഡിയോയിൽ ഏകദേശം ഒരു ഐഡിയ തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ 140നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്. അപ്പോൾ 140 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് അറിയണം. ഓക്കെ, അറിയാമെന്നല്ല, അറിയണം. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കും. എന്താണ് പ്രൈം നമ്പേഴ്സ്? ഓക്കെ, പ്രൈം നമ്പേഴ്സ് അറിയാത്തവരുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞുതരാം പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രൈം നമ്പേഴ്സ് ഉണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ട്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരിക? 1 അല്ലെങ്കിൽ ആ സെയിം നമ്പർ ഇറ്റ് സെൽഫും. ഓക്കെ, നമ്പറും ആ നമ്പർ തന്നെ. ഓക്കെ, 1 ഉണ്ടാവും, ആ സെയിം നമ്പർ തന്നെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാ പറയുക? നമ്മൾ പ്രൈം നമ്പറിൽ ഫസ്റ്റ് നമ്പർ ഏതാണെന്നുള്ളത് ഇപ്പോൾ 1 ഒരു പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 പ്രൈം ആണോ? 1 എന്ന് പറയുന്നതിനെ 2 നമ്പേഴ്സ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യുന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. 1 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിനാകെ എത്ര ഫാക്ടേഴ്സേ ഉള്ളൂ? ഓൺലി 1 ഫാക്ടർ. നമുക്ക് എത്ര ഫാക്ടർ വേണം? 2. ഓക്കെ, 2 ഫാക്ടേഴ്സ് ആവുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 2 കൊടുക്കുക അല്ലേ? 2 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 1 × 2. 1ഉം 2ഉം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നു അല്ലേ? 1ഉം 2ഉം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ 2 ഒരു പ്രൈം നമ്പറാണെന്ന് പറയാം അല്ലേ? അടുത്തത് 3 പറ്റുമോ നോക്കൂ. പറ്റും. 3 എന്ന് പറയുന്നത് 1 × 3 ആണ് അല്ലേ? 1 × 3 എന്ന് എഴുതാലോ? യെസ്, അപ്പോൾ അതും പറ്റും. ഇനി 4 പറ്റുമോ? 4 പറ്റില്ല അല്ലേ? 4 പറ്റില്ല. കാരണം എന്താ? 1 × 4 എന്ന് എഴുതാം, അതുപോലെ 2 × 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഫാക്ടേഴ്സേ ആവശ്യമുള്ളൂ പ്രൈം നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ? യെസ്, 2 ഫാക്ടേഴ്സേ വേണ്ടൂ. പക്ഷെ ഇവിടെ എത്ര ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു? 3 ഫാക്ടേഴ്സ്. അപ്പോൾ അത് പറ്റുമോ? വേണ്ട അല്ലേ? നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് അത് പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഐഡിയ കിട്ടിയില്ലേ? യെസ്. ഓക്കെ ചെയ്യാം. എങ്ങനെയാ നോക്കാം, കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പ്രൈം 2 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2 തന്നെ 2 വെച്ചിട്ട് നമുക്ക് 140നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വെച്ചിട്ട് 140നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പ്രൈം ഫാക്ടർ വെച്ചിട്ട് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണ്. ആദ്യം ചൂസ് ചെയ്ത നമ്പർ 2 ആണ്. 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? യെസ്, 70 ആണ് അല്ലേ? നമ്മളൊന്നും ചെയ്ത് നോക്കുന്നത് തന്നെ വേണ്ട. 0 തന്നെ 14 എന്ന് പറയുമ്പോൾ 2 × 7 40 ആണ്. അപ്പോൾ 70 × 2 ചെയ്യുമ്പോൾ 140 കിട്ടും അല്ലേ? ഉറപ്പായിട്ടും കിട്ടി. വീണ്ടും 2ൽ പോവില്ലേ? പറ്റില്ലേ? 2 എന്ന് പറയുന്നത് പ്രൈം തന്നെയല്ലേ? യെസ്, അത് സ്മോളസ്റ്റ് നമ്പർ ആയിട്ട് എടുത്തു. ഒരു സ്മോളസ്റ്റ് നമ്പർ 2 എടുത്തു, അത്രേ ഉള്ളൂ. ഇത് നമ്പേഴ്സ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഞാനിവിടെ 2 വെച്ചിട്ടാണ് ചെയ്തത്, പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 2 തന്നെ. അപ്പോൾ നമുക്ക് 70 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 35. ശരിയാണല്ലേ? 35. കാരണം 60 + 10 എന്ന് എഴുതാം. 70നെ 60 + 10 എന്ന് എഴുതാം. 60 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 30. 10 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്താ വരിക? 5. 30 + 5 35 അല്ലേ? കിട്ടിയല്ലോ. അപ്പോൾ അതും കിട്ടി. ഇനി 2 പറ്റുമോ? ഇവിടെ 2 എഴുതാൻ പറ്റുമോ? പറ്റില്ല. അവിടെ 2 എന്നല്ല നമുക്ക് വരിക, 3 ഒന്നും പറ്റില്ല. അപ്പോൾ 3 കഴിഞ്ഞിട്ട് വരുന്ന പ്രൈം എന്ന് പറയുന്നത് 4 പ്രൈം അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇനി അടുത്ത പ്രൈം എന്ന് പറയുന്നത് 5 എടുക്കുക അല്ലേ? അപ്പോൾ 5. അപ്പോൾ ഇവിടെ എന്താ വരിക? 5 × എത്ര ടൈംസ്? 5 ടൈംസ് എന്ത് ചെയ്താലാ 35 കിട്ടുക? 5 ടൈംസ് 7 ചെയ്താൽ അല്ലേ? 5 ടൈംസ് 7 ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? 35. അപ്പോൾ ഏതൊക്കെ പ്രൈമാണ് നമുക്ക് കിട്ടിയേ? യെസ്, ഏതൊക്കെ പ്രൈമാണ് കിട്ടിയത്? 2 ഉണ്ട്, പിന്നെയോ 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 × 7. ഇതുപോലെ ഒരു 7 കൂടി ഉണ്ട്.
ഉണ്ട്. അപ്പൊ നമുക്ക് 140 എങ്ങനെ എഴുതാം? 140 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 പിന്നെയും 2 അല്ല, 2 2 ഉള്ളൂ. 2 ടൈംസ് എന്നല്ല, 2 2 ഉള്ളൂ. ഓക്കെ, 2 ടൈംസ് 2 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. 2 ടൈംസ് 2 ടൈംസ് 5 ടൈംസ് 7 അല്ലേ? കറക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ടൈം ഫാക്ടറൈസേഷൻ. സിമ്പിൾ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള നമ്പർ 140 അല്ലല്ലോ. 140 ആണോ? അല്ല അല്ലേ, 140 അല്ല, 156 ആണ്. 156 ആണ് അല്ലേ? 156 ആണ് നമുക്ക് തന്നിട്ടുള്ള നമ്പർ. പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ ഇതൊരു ഈവൻ നമ്പർ ആണ് അല്ലേ? എൻഡിലെ എന്താണ് 6 ആണ് കാണാനുള്ളത്. അപ്പൊ അത് ഈവൻ നമ്പർ ആണ്. 2 വെച്ചിട്ട് 2ന്റെ ഡിവിസിബിൾ ആണ്. 2 എന്ന് പറയുന്നത് പ്രൈം ആണല്ലോ. ഫസ്റ്റ് നമ്പർ 2 ജസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൈം ആണ്. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 78 അല്ലെ? 78 ആണ്. ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ നോക്കുമല്ലോ അല്ലെ? 78 ആണ് നിങ്ങൾക്ക് കിട്ടുക, ഉറപ്പാണ്. ഇനി വീണ്ടും 78 2ൽ പോവും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പോകുന്ന മീൻസ് 78 ഡിവൈഡ് ബൈ 2 ചെയ്യാനായിട്ട് പറ്റും. 78 എന്ന് പറയുന്നത് എന്താ? 2ന്റെ ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്കിതിനെ വീണ്ടും നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 39 കിട്ടും അല്ലേ? 39 കിട്ടില്ലേ? കിട്ടുന്നില്ലേ? ചെയ്ത് നോക്കുവോ കേട്ടോ. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ പറയാം. ഇനി അപ്പൊ ഇനി 2ൽ പോവോ? പറ്റില്ല, ശരിയല്ലേ? 2ൽ പോവില്ല. അപ്പൊ 2 കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പ്രൈമില് 2 ഉണ്ട്, പിന്നെ 3 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ 3 കൊണ്ട് ചെയ്യാലോ. 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 13 ആണ് കിട്ടുക കേട്ടോ. 13 അല്ലേ കിട്ടിയത്? ജസ്റ്റ് നോക്കണേ 13 കിട്ടുന്നുണ്ടോ എന്ന്. കിട്ടി. അപ്പൊ ഏതൊക്കെ പ്രൈമാണോ കിട്ടിയത് അതൊക്കെ എങ്ങനെ എഴുതാം എനിക്കിപ്പോ? ഇനിയും 156 is equal to 2 into 3 into 13 എന്ന് എഴുതാം. അവിടെ സ്ഥലം ഇല്ലാത്ത കാരണം കേട്ടോ അങ്ങനെ എഴുതിയത്. ഓക്കെ, നിങ്ങൾ ശരിക്കും എഴുതി പോവാ കേട്ടോ. കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി വലിയ ഒരു 4 ഡിജിറ്റ് ഒക്കെയാണ്. ഇത്ര നേരം 3 ഡിജിറ്റ് ആയിരുന്നു, ഇനി ഒന്ന് 4 ഡിജിറ്റിലേക്ക് മാറി. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഏത് തന്നെ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കും അല്ലേ? അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് തന്നിട്ടുള്ള നമ്പർ എടുത്ത് എഴുതാം. 3825 ആണ്. ഇത് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ 3 നോക്കണില്ല, 5 വെച്ചിട്ട് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് 3 വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക ആദ്യം. ഇത് 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഒന്ന് സമീത് നോക്കിയാൽ എല്ലാ ഡിജിറ്റ് ഒന്ന് സമീത് കഴിഞ്ഞേ എന്താ വരിക? നോക്കി നോക്കിയേ. 18 കിട്ടും അല്ലേ? 18 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ അത് ഈ 3825ഉം എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റും, അത് എന്താ വരുള്ളൂ? പോയിന്റ് ഒക്കെ വരും അല്ലേ? കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരു കറക്റ്റ് നമ്പർ, എക്സാക്ട് നമ്പർ നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് 5 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ 5ഉം അല്ലെങ്കിൽ 0 ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, ഡിവിസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും പറ്റുന്നതാണ്. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണോ? ഇവിടെ ചെയ്യണോ? ചെയ്യാം. അപ്പൊ ആദ്യം 3825 എന്ന് എടുത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 38നെ അവിടെ നമ്മൾ കോമ ഇടും അല്ലേ? എന്നിട്ട് 35 ശരിയല്ലേ? എപ്പോഴാണ് 35 കിട്ടിയത്? 5 ടൈംസ് 7 ചെയ്യുമ്പോൾ. അപ്പൊ 7 മുകളിൽ എഴുതും. ഓക്കെ, ഇനി എന്ത് ചെയ്തു? മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3. ഇനി 2 ഇറക്കിയിടും. 2 ഇറക്കിയിട്ടു. ശരിയാണല്ലോ? ശരി. ഇനി 5 ടൈംസ് 6 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി? 30 കിട്ടും അല്ലേ? അപ്പൊ 30 എഴുതില്ലേ നമ്മൾ? 30 കിട്ടും. 5 ടൈംസ് 6 ചെയ്തപ്പോഴാണ്. അപ്പൊ 6 മുകളിൽ എഴുതണ്ടേ? മുകളിൽ എഴുതി. കോഷ്യന്റ് പ്ലേസില്ലേ? അപ്പൊ കോഷ്യന്റ് 6 7 6 എന്ന് കിട്ടി. കഴിഞ്ഞോ? ഇവിടെ ഇല്ല. ഒരു 5 കൂടി ഇറക്കിയിട്ടുണ്ട് അല്ലേ? റിമൈൻഡർ 5 കൂടി വരുന്നുണ്ട്. അപ്പൊ 5 ഇറക്കിട്ടു 2. 25 എപ്പോഴാണ് കിട്ടുക? 5 ടൈംസ് 5ലാണ് 25 കിട്ടുക. മൈനസ് 0 അപ്പൊ ഇവിടെ എന്താണ്? റിമൈൻഡർ ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ റിമൈൻഡർ ഒന്നും വരില്ല. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയുമെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് ആർക്കറിയാം? എനിക്കറിയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, അവിടെ ആൻസർ എന്താ കിട്ടിയത്? 765. ഇനി വീണ്ടും ഇവിടെ എൻഡിൽ 5 അല്ലേ എടുക്കുന്നത്? നമുക്ക് 5 കൊണ്ട് തന്നെ ചെയ്യാം. ഓക്കെ, 3 കൊണ്ട് ചെയ്യണില്ല, 5 കൊണ്ട് തന്നെ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതേപോലെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 153 എന്ന് കിട്ടും. 153 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് കാണിക്കാം, കുഴപ്പമില്ല. 765 ഡിവൈഡഡ് ബൈ 5.
അപ്പോൾ 1 ടൈംസ് 5 നമുക്ക് 7 അടുത്ത് വരുന്നത് 5 കിട്ടും അല്ലേ. 1 ടൈംസിലല്ലേ ചെയ്തത്, 1 ടൈംസ്. ഓക്കെ, 1 ടൈംസിൽ കിട്ടി. ഇവിടെ 6നെ ഇറക്കിയിടുന്നു, ശരിയല്ലേ. 6നെ ഇറക്കിയിടുന്നു, റിമൈൻഡർ വരുന്നത്. പിന്നെ മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ 26ന് അടുത്ത് വരുന്നത് നമുക്ക് നോക്കുമ്പോൾ 5 ടൈംസ് 5 ചെയ്യുമ്പോൾ 25 കിട്ടുന്നുണ്ട്. അപ്പോൾ 5 ടൈംസ് 5 ചെയ്യാം അല്ലേ. 15 എന്ന് കിട്ടി, ശരിയാണല്ലോ, കിട്ടി. ഇനി ഇത് മൈനസ് ചെയ്യുന്നു 1. ഇനി ഒരു 5 ഇറക്കിയിടാലേ, ആ 5 ഇറക്കിയിട്ടു 15 കിട്ടും അല്ലേ. ഇവിടെ 3 എന്ന് വരില്ലേ. അപ്പോൾ എങ്ങനെ 3 ടൈംസ് 5 ചെയ്യുമ്പോൾ 15. അപ്പോൾ അവിടെ 3 എന്നല്ലേ ഇതാ, ശരി. അപ്പോൾ അതും നമ്മുടെ കഴിഞ്ഞു സക്സസ്ഫുള്ളി. നമുക്ക് എന്ത് ആൻസർ കിട്ടി, 153. 153 എന്ന ആൻസർ കിട്ടി അല്ലേ. 153 153 നമുക്ക് ആൻസർ കിട്ടും. കിട്ടി, എല്ലാവർക്കും കിട്ടിയില്ലേ. ഇനി വീണ്ടും നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. ഇത് നോക്കുമ്പോൾ എൻഡിൽ 5 അല്ല 0 അല്ല, ഈവൻ നമ്പേഴ്സും അല്ല. 2 വെച്ചിട്ടും ചെയ്യാൻ പറ്റില്ല. 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? 6 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആൻസർ എന്താ വരിക, ചെയ്ത് നോക്കാം അല്ലേ. 153 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ആൻസർ കിട്ടുമോ എന്നുള്ളത് നോക്കാം. കിട്ടും അല്ലേ, നോക്കാമെന്നല്ല, കിട്ടും. അപ്പോൾ ഇവിടെ കോമ ഇടുക 15 വെച്ചിട്ട് നമുക്ക് കിട്ടുമല്ലോ. 15 എപ്പോഴാണ് കിട്ടുക, 5 ടൈംസ് 3 ചെയ്യുമ്പോൾ അല്ലേ. ഇനി 3നെ ഇറക്കിയിടുക. 1 ടൈംസ് 3 എന്ത് തന്നെയാണ്, 3 ആണ്. അപ്പോൾ ആൻസർ 51 കിട്ടിയല്ലോ. 51 കിട്ടിയില്ലേ, 51 കിട്ടി. ശരി ശരി. ഇത് ഇനി നമുക്ക് ആവശ്യമില്ലല്ലോ, അപ്പോൾ അത് മാച്ച് കളയാറാ. ഇനി വീണ്ടും 51നെ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ 51നെ വീണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 അല്ലേ, ഈച്ച് നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ചെയ്യുന്ന സമയത്ത് 6 കിട്ടും. 6 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അതുകൊണ്ട് തന്നെ ഇത് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 17 ആണ് കിട്ടുക കേട്ടോ. 17 ആണ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മൈനസ് 9 എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ 51 ആണ്. ഇത് ഡിവൈഡ് ചെയ്യണത് എന്ത് വെച്ചിട്ടാണ്, 3 വെച്ചിട്ടാണ്. അപ്പോൾ എന്ത് കിട്ടും, 60 ഡിവൈഡ് ബൈ 3 20, 9 ഡിവൈഡ് ബൈ 3 3 തന്നെ. അപ്പോൾ 20 മൈനസ് 3 ചെയ്യുമ്പോൾ 17 കിട്ടും അല്ലേ. 17 കിട്ടില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി എങ്ങനെ എഴുതാം, പ്രൈം ഫാക്ടർ ആയിട്ട് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാന്ന് ഇപ്പം കിട്ടിയതൊക്കെ. അപ്പോൾ 5 ഇൻറ്റു 3 ഇൻറ്റു 17 എന്ന് കിട്ടും. ഓക്കെ, 17 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ, സിമ്പിൾ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലെ അവരെന്താ പറയുന്നത്, ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറയുന്നത്, യെസ് 5005 500 അല്ല 5005 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് സോൾവ് ചെയ്യാം. അപ്പോൾ 5005നെ 5 കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. എല്ലാം 5 ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് 1001 നമുക്ക് കിട്ടും. ശരി, ഡിവൈഡ് ചെയ്ത് ജസ്റ്റ് നോക്കുക. നിങ്ങൾ ഇനി ഡിവൈഡ് ഞാൻ കാണിച്ചു തരണ്ടല്ലോ, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയുന്ന കുട്ടികളാണ്, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അടുത്ത നമ്പർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2 ചെയ്യാൻ പറ്റില്ല. 3യിൽ നോക്കുമ്പോഴും അതും പറ്റില്ല. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് എക്സാക്റ്റ് നമ്പർ കിട്ടുന്നില്ല. 5ലും കിട്ടുന്നില്ല. 5ന്റെ മൾട്ടിപ്പിൾ ഒന്നും അല്ല. 5 കഴിഞ്ഞാൽ പിന്നെ 6 ഇല്ല. 7 പറ്റുമോ നോക്കൂ. 7ൽ പറ്റുന്നുണ്ടാവും അല്ലേ. 7ൽ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഒന്ന് നോക്കി നോക്കിയേ. ഒന്ന് പോസ് ചെയ്തിട്ട് വേഗം നോക്കൂ. വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. 143 ആണ് ആൻസർ വരുന്നത് കേട്ടോ. 143 കിട്ടുന്നുണ്ടോ, കിട്ടിയില്ലേ. യെസ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 2ന്റെ അല്ല, 3ന്റെ അല്ല, 5ന്റെ മൾട്ടിപ്പിൾ അല്ല, 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അതേപോലെ 6 8 9 10 അതൊന്നും പ്രൈം അല്ല. 10ഉം പ്രൈം അല്ല. 11ൽ പറ്റുമോ നോക്കുമോ. 11ൽ നോക്കുമ്പോൾ 11 ഇൻറ്റു 13 എന്ന് പറയുന്നത് എന്താണ്, 143 ആണ്. 143 ആണ് കേട്ടോ. 143 കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രൈം കിട്ടിക്കഴിഞ്ഞു, ആ പ്രൈമൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 13. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക. സിമ്പിളായിരുന്നു അല്ലേ. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്കും പോവാം. അടുത്ത ക്വസ്റ്റ്യനിലും ഇതേപോലെ ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഏതൊക്കെ പ്രൈം കിട്ടും നമുക്ക് നോക്കണം. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് അല്ല, എന്നാൽ അത്യാവശ്യം നമ്മൾ ഇട്ടിട്ട് പോകാനായിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചധികം ചെയ്യാനുണ്ടോ ചോദിച്ചാൽ ഇല്ല, കുറച്ച് നമ്മളതിനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കും എന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ, നമ്മൾ ചെയ്യും. അപ്പോൾ 7429 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ പറ്റില്ല. 3 ചെയ്യാനും പറ്റില്ല. 3ന്റെ മൾട്ടിപ്പിൾ അല്ല.
5ന്റെ മൾട്ടിപ്പിൾ അല്ല, 7ന്റെ മൾട്ടിപ്പിൾ അല്ല, പിന്നെ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണ്? ഇങ്ങനെ പോയി 11ൻ്റെയും അല്ല, 13ൻ്റെ അല്ല, 17ൻ്റെയാണ് കേട്ടോ. 17ൻ്റെ മൾട്ടിപ്പിൾ ആണിത്. ഓക്കെ, 17ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അയ്യോ, ഇത്രയൊക്കെ പോകേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും പ്രശ്നമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കുക. അപ്പോൾ 4, 3, 7 പ്രത്യേകിച്ചും എക്സാമിനൊക്കെ നല്ല കുഴപ്പമില്ലാത്ത ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്ന് വിചാരിക്കാം. ഇത് ഈസി ക്വസ്റ്റ്യൻ അല്ല എന്നല്ല, ചെയ്ത് നോക്കണം. ഓക്കെ, 17 വരെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്പേഴ്സൊക്കെ പെട്ടെന്ന് കടന്നു പോകും അല്ലേ? ഇല്ലേ? അവിടെ ആ 7 മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കോഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അറിയുന്നതാണ് ഡിവിസിബിൾ ആവുന്നത് എപ്പോഴാണ് ഒരു നമ്പർ. അതിൻ്റെ കോഡൊക്കെ നമ്മൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. എല്ലാ നമ്പേഴ്സിൻ്റെയും കോഡ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തത് നോക്കുന്ന നേരത്ത് 17നും ഇതേപോലെ നമ്മൾ 17 ചെയ്ത് വന്ന് 21 അല്ല, അങ്ങനെ നമ്പേഴ്സ് 22 ഒന്നും പ്രൈം അല്ലല്ലോ, 21 പ്രൈം അല്ല, 23 ആണ് പിന്നെ വരിക കേട്ടോ. 23 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 19 കിട്ടും. ഓക്കെ, ഇനി ഇൻറ്റു 23 ആണ് എന്ത് 437 കിട്ടുക കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, കിട്ടും കേട്ടോ. ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ 7429 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 17 × 23 × 19 എന്ന് കിട്ടും. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉള്ളത് കേട്ടോ. ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും